രാവമ്മ ഹേ രാവമ്മ ജലിയ ജിംഖാന. നമ്മുടെ സൂര്യ டிவியில் விஜயை இன்டர்வியூ எடுக்கிறாருன்னு வச்சுக்கோங்களேன். என்ன கேட்பாரு? இப்போ பண்ண போறீங்க? அதையும் நான் தான் சொல்லணுமா? அடுத்த கேள்விக்கு போலாமா? அதான் 4 கார் இருக்குல்ல, அந்த 4 காரை தாண்டி സൈക്കിൾ ஏன் എടുത്തിട്ട് പോണീங்க? വിജയ്ക്കൊപ്പം നേർക്കുനേർ. ഒരു ദശാബ്ദത്തിനു ശേഷം ദളപതി വിജയ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് മുൻപിലെത്തുന്നു. സംവിധായകൻ നെൽസന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി ഞായറാഴ്ച രാത്രി 9 മണിക്ക്. ഒന്നും ശരിയാവുന്നില്ലല്ലോ. ഈ കേസ് തോറ്റാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മക്കളെ ഇല്ല, ഈ കേസ് അവര് തന്നെ ജയിക്കും. മക്കളെ അങ്കിളോ? എന്തു പറ്റി മക്കളെ? ഒന്നുമില്ല. നീ ആകെ നിരാശ അടിച്ച് നിൽക്കുകയാണല്ലോ, എന്താ പ്രശ്നം? ഇല്ലെങ്കിൽ അങ്കിൾ വിചാരിച്ചോളൊന്നും ശരിയാവുന്ന പ്രശ്നമല്ല. മക്കളെ, ഒരു കാര്യം, അങ്കിളിന്റെ കഴിവിനെ നീ കുറച്ച് കാണരുത്. നീ എന്തോ വലിയ പ്രശ്നത്തിലാണെന്ന് എനിക്കറിയാം. നിന്റെ അങ്കിളാണ് ഞാൻ. നീ തുറന്നു പറ, എന്താണ് കാര്യം? അങ്കിളിൽ നിന്ന് ഒന്നും മറക്കുന്നില്ല. ഒരു കേസ് ഞാൻ തോൽക്കാൻ പോവാണെങ്കില്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ വെറുതെ പറയുവാ. സത്യം പറയാങ്കള്, ജീവിതത്തിൽ ആദ്യമായിട്ട് അഡ്വക്കേറ്റ് അർജുൻ ഒരു കേസ് തോക്കുന്നു. ഈ കേസ് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മക്കളെ, അങ്ങനെയൊന്നും അറുത്തുമുറിച്ചൊന്നും പറഞ്ഞുകളയല്ലേ. ഞാൻ സത്യം പറഞ്ഞാങ്കള്, ഈ കേസ് തോറ്റാ പിന്നെ അതിപരം അപമാനമില്ല, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ല, കേസ് ജയിക്കാൻ മാർഗമൊന്നുമില്ലേ? ഒരു മാർഗമുണ്ട്. സാക്ഷി കോടതിയിലെത്തരുത്. തന്നെ? ഒരു 3 ദിവസമെങ്കിലും അയാൾ കോടതിയിൽ വരാതിരുന്നാൽ ആ കേസ് ഞാൻ ജയിക്കും. സാക്ഷി വരാതിരുന്നാ നീ കേസ് ജയിക്കൂ എന്ന് വെച്ചാ? അങ്ങള് വന്നേ, ഞാൻ പറയാം. ഒരു രഹസ്യം മറ്റാരും കേൾക്കാൻ പാടില്ല. അത് ഇങ്ങോട്ട് വന്നത്. മക്കള് പറഞ്ഞോ, എന്ത് രഹസ്യം? ഈ അങ്കിളുടെ അടുത്ത് സേഫ് ആണ്. അങ്കിൾ, ഞങ്ങൾ അഡ്വക്കേറ്റ്മാരുടെ ഏറ്റവും വലിയ തലവേദന എതിർ കക്ഷികളുടെ സാക്ഷികളാണ്. അവരുടെ മൊഴികളിലാ കേസിന്റെ വിധി കിടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ സാക്ഷി ഒരു തലവേദന കേസാ. ആള് സ്ട്രോങ്ങാ. എന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറില്ല. അതാ ഞാൻ പറഞ്ഞത്, 3 ദിവസമെങ്കിലും അയാൾ കോടതി വരാതെ വീട്ടിൽ കിടപ്പിലാവണം. അതിനെന്താ മാർഗമെന്നാ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നേ. അല്ല, നേരായ വഴി വിട്ട് ഞാൻ ചിന്തിച്ചു. കേസ് ജയിക്കാൻ വളഞ്ഞ വഴിയെങ്കിൽ വളഞ്ഞ വഴി. ഇതുപോലൊരു കൃത്രിമം കാണിക്കുന്ന ഒരുപാട് വക്കീലന്മാരും ഉണ്ട്. സാക്ഷി 3 ദിവസത്തേക്ക് കോടതിയിൽ വരാതിരിക്കണം അല്ലേ? അതെ. 3 ദിവസമല്ല, ഒരു 3 മാസത്തേക്കെങ്കിലും ഒറ്റ കിടപ്പ് കിടക്കണം. ശാരീരിക ആക്രമണമൊന്നും പറ്റില്ല. അതല്ലാതെ എന്താ ഒരു മാർഗം? അതാ ഞാൻ ഈ ആലോചിക്കുന്നേ. ഒരു മാർഗമുണ്ട്. എന്താ മാർഗമുണ്ടോ? അതെ, ഉണ്ട്. അതെങ്ങനെയാണ് അങ്കിള്? പറ പ്ലീസ് അങ്കിൾ, ഒന്ന് പറ. അങ്കിള് വിചാരിച്ച് എനിക്ക് കേസ് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ അങ്കിള്. പറയാം. ചെവിക്ക് ചെവി അറിയരുത്. ഇല്ലില്ല, അങ്കിളാണ് സത്യം. എന്റെ തല പൊട്ടിത്തെറിക്കാനാ. എന്താ മാർഗം അങ്കിള്? കിടിലം വൈദ്യർ. എന്താന്ന്? കിടിലം വൈദ്യർ. കിടിലം വൈദ്യന്റെ മരുന്ന് കഴിച്ചാൽ 3 അല്ല 30 മാസം ഒറ്റക്കിടപ്പം കിടക്കും. അല്ല, എനിക്ക് മനസ്സിലായില്ലെങ്കിൽ. പറയാം. ത്രികാലജ്ഞാനിയായ അപൂർവ വൈദ്യനാണ് ഈ കിടിലം വൈദ്യർ.
ആ മഹാവൈദ്യന്റെ കയ്യിലില്ലാത്ത മരുന്നുകളില്ല. ഇംഗ്ലീഷ്, ആയുർവേദം, നാട്ടുവൈദ്യം, നീറ്റുമരുന്ന്, പൊടിമരുന്ന്, അങ്ങനെ മരുന്നിന്റെ ഒരു ഭണ്ഡാകാരമാണ് ഭണ്ഡാകാരം. ആ വൈദ്യൻ വിചാരിച്ചാൽ ആരെയും കിടത്താൻ പറ്റും. മേപ്പടി വൈദ്യന്റെ കയ്യിൽ ചില നീറ്റുമരുന്നുകളൊക്കെ ഉണ്ട്. അതിൽ പ്രധാനം ഒരു ചൂർണമാണ്. ആ ചൂർണം ദിവസം 3 സ്പൂൺ വീതം 3 ദിവസം പാലിലോ ജ്യൂസിലോ ഒക്കെ കലക്കി കൊടുക്കണം. അല്ല, ഡ്രിങ്ക്സ് വേണോ? മതിയോ? അത് വേണ്ട, അത് വേണ്ട. അത് എനിക്ക് വാങ്ങിച്ചു തന്നാ മതി, ഞാൻ കുടിച്ചോളാം. ശരി, ജ്യൂസ് എങ്കിൽ ജ്യൂസ്. അങ്കിള് പറ. അങ്ങനെ കൊടുക്കാൻ പറ്റിയാൽ അത് കഴിക്കുന്നവൻ അടപടലം വീഴും. അയ്യോ അങ്കിള്, സത്യമാണോ? ഒരു കുളിരും പനിയായിട്ട് തുടങ്ങും, പിന്നെ പനി കൂടും. 2-ാം ദിവസം 2-ാം ഡോസ് കൊടുത്തു കഴിയുമ്പോ പനിയെ തലച്ചോറി പിടിക്കും. 3-ാം ദിവസം 3 ഡോസ് കഴിച്ചാൽ പിന്നെ സ്തംഭനോ, ഒറ്റ കിടപ്പ. അങ്കിള്, സത്യമാണോ ഇത്? 101% സത്യം. പിന്നൊരു കാര്യം. എന്താ? ചില കേസിൽ 2-ാം ഡോസും 3-ാം ഡോസും കൊടുക്കാൻ സാധിക്കാതെ വരും. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ ഫലം കിട്ടൂല, ഒരു പനിയിൽ അങ്ങ് നിൽക്കും. അങ്കിൾ, എനിക്കാ ചോറിനൊന്ന് വേണം. നമുക്ക് ആ വൈദ്യനെ കാണാൻ പോവാം. ഞാൻ ആ ചൂർണം എതിർ സാക്ഷി കൊണ്ട് കുടിപ്പിക്കാം. പ്ലീസ് അങ്കിൾ, എനിക്ക് ആ മരുന്ന് വേണം. മരുന്നൊക്കെ സംഘടിപ്പിക്കാം, പക്ഷേ ഭയങ്കര വിലയാ. വില എനിക്കൊരു പ്രശ്നമേ അല്ല. ഈ മരുന്നിന്റെ എത്രയോ 1000 ഇരട്ടി ലാഭമാണ് എനിക്കുണ്ടാകാൻ പോകുന്നത്. ₹10,000 അയച്ചിട്ടുണ്ട്. ഇതൊരു ടോക്കൺ അഡ്വാൻസ്. അങ്കിള് വന്നിട്ടുണ്ടോ നോക്കി? വന്നിട്ടുണ്ട്, താങ്ക് യു. അങ്ങനെയാണെങ്കിൽ ആ വൈദ്യരെ കാണാൻ എന്ന് പോവാം. ഒരു മിനിറ്റ്, ഞാൻ ഇതാ വരുന്നത്. ധൈര്യമായിട്ട് ഇരിയടാ. അല്ല, നമുക്ക് വൈദ്യനെ കാണാൻ പോകാം അങ്കിൾ. ഇതാണോ ആ ചൂർണം? ഞാനേ മറ്റൊരാൾക്ക് വേണ്ടി വാങ്ങിയതാ, വേറത്തിന് വേണ്ടി. മോനെ, അതെ, ആരോടും പറയരുത്. അന്ന് വാങ്ങിയതിന്റെ ബാക്കിയാ ഇത്. അല്ല, 3 ദിവസത്തേക്ക് ഇത് മതിയാവൂ അങ്കിൾ? ധാരാളം. ഒരു ദിവസം 3 സ്പൂൺ വീതം 3 ദിവസം. അല്ല, എതിർ സാക്ഷിക്ക് ഇതെങ്ങനെ കൊടുക്കും? ഒരു എനർജി പൗഡറാണെന്ന് പറഞ്ഞ് ആരെങ്കിലും കൊണ്ട് അങ്ങ് കൊടുപ്പിക്കും. അത് മതി, എനർജി പൗഡർ ആണെന്ന് പറയുമ്പോഴേ വിശ്വസിക്കും. അങ്കിളെ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. അതെ, ലോകത്തെല്ലാവരും നന്നായിരിക്കണം, അതേ ഉള്ളൂ മോനെ എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹവും അത് തന്നെയാണെങ്കിൽ. അപ്പോ ഹാപ്പി ബർത്ത്ഡേ. അയ്യ, തിരിഞ്ഞുപോയി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. സർ, എന്താ സർ പ്രശ്നം? എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. എന്താ കാര്യം? അത് പറ പ്ലീസ് സർ. പ്രശ്നം ഇതാണ്. ഇതെന്താ സർ?
ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞ് തന്റെ ടെൻഷൻ ഞാൻ കൂട്ടുന്നില്ല. ഒരു കാര്യം താൻ ഓർമ്മിച്ചോണം, താൻ എല്ലാവരെയും കയറി ഓവറായിട്ടങ്ങ് വിശ്വസിക്കരുത്. കാര്യം എന്താണ് സർ? ആ പാലിൽ ചേർത്തൊരു വസ്തുവാ തന്റെ ഈ അസുഖത്തിന് കാരണം. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുക, വളരെ കരുതലോടെ വേണം ഇനി ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കുന്നതിലല്ല, ഇവിടെ എല്ലാ കാര്യത്തിലും താൻ വിജിലന്റ് ആയിരിക്കണം. എനിക്ക് അസുഖം വരാൻ വേണ്ടി മനഃപൂർവ്വം എന്തെങ്കിലും ചേർത്ത് കുടിപ്പിച്ചതാണോ? അതെ, അതാ പറഞ്ഞത്, വളരെ വളരെ കെയർഫുൾ ആയിരിക്കണമെന്ന്. എനിക്കിനി കുറച്ച് ജോലികൾ കൂടിയുണ്ട്, ഞാനത് തീർത്തിട്ട് ഇങ്ങോട്ട് വരാം. സർ, എനിക്ക് വേണ്ടി അവരോട് വഴക്കുണ്ടാക്കാൻ പോവാണോ? വേണ്ട സർ. അത് ഞാൻ നോക്കിക്കോളാം. തന്നെ കോൺട്രാക്ട് വൈഫ് ആക്കുമ്പോൾ 1 വർഷത്തേക്കുള്ള തന്റെ പൂർണ്ണ സംരക്ഷണവും ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇപ്പൊ താൻ എന്റെ കോൺട്രാക്ട് വൈഫ് മാത്രമല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. തന്റെ ഒരു തലമുടി നാറിനെങ്കിലും ആരെങ്കിലും ഒരു ദോഷം വരുത്തിയ അവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. തന്റെ സ്ഥാനത്ത് ഒരു ഷാർപ്പായ അല്ലെങ്കിൽ നെഗറ്റീവ് മൈൻഡുള്ള ഒരാളായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ ഇത്ര ആത്മാർത്ഥമായിട്ട് ഇടപെടില്ലായിരുന്നു. പക്ഷേ താൻ ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണ. ഞാൻ ഉൾപ്പെടെ പലർക്കും തന്നിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള തന്റെ കണ്ണു നനയിക്കാനോ മനസ്സ് വേദനിപ്പിക്കാനോ ഞാൻ ആരും സമ്മതിക്കില്ല. സർ, ഒരാൾക്ക്, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, സാറിനെ പോലൊരാള് ഫ്രണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല. എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന്, ഈ സൗഹൃദത്തിന് ഒരുപാട് നന്ദി. നന്ദിയൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഇപ്പോ ഒരു ചെറിയ ജോലിയുണ്ട്, അത് തീർത്തിട്ട് ഞാൻ വരാം. ചേച്ചി, അർജുന്റെയും പൂജയുടെയും ബന്ധത്തെക്കുറിച്ച് അനുമോളും മധു ഓരോന്ന് പറയുമ്പോ കുറെ സംശയങ്ങളൊക്കെ എന്റെ മനസ്സിലും കയറിയിരുന്നു. എല്ലാം ഇപ്പൊ അങ്ങ് മാറി. വാസ്തവത്തിൽ മോക്ക് ഈ അസുഖം വന്നത് എനിക്കൊരു തെളിവ് തരാൻ വേണ്ടിട്ടായിരിക്കും. എന്ത് സ്നേഹം എന്റെ മോളും മോനും തമ്മില്. നേരാ, സത്യം. അമ്മേ, ഓ 101 ആയസാ. ഇപ്പൊ പറഞ്ഞ നാവ് വായിലിട്ടില്ല. എനിക്ക് കുറച്ച് പാല് വേണം. ദേ ഇപ്പൊ ശരിയാക്കി തരാം. പാല് 3 ഗ്ലാസ് വേണം കനകച്ചി. ഓ കൊണ്ടുവരാം. അല്ല, ഈ മോക്ക് 3 ഗ്ലാസ് പാലോ? അത്രയൊക്കെ കുടിക്കാവോടാ? 3 ഗ്ലാസും പൂജയ്ക്കല്ല, 1 ഗ്ലാസ് പൂജയ്ക്ക്, 1 ഗ്ലാസ് എനിക്ക്, പിന്നൊന്ന് റിസർവ് ചെയ്ത് വെക്കുന്ന. അല്ല, അതെന്തിനാ? അല്ല, ചിലപ്പോ ഞാൻ 2 ഗ്ലാസ് കുടിച്ചാലോ. ഓ, അങ്ങനെ അത് വേണം. രോഗിയെ പോലെ തന്നെ പരിചരിക്കുന്ന ആളും നല്ല ആരോഗ്യം നോക്കണം. ഒരു കിടിലം വൈദ്യൻ. ആദ്യം കുളിരും, പിന്നെ പനിക്കും, അത് കഴിഞ്ഞ് വിറയ്ക്കും, പിന്നെ സ്തംഭിക്കും, പിന്നെ അങ്ങോട്ട് കോമ. എന്തൊക്കെയായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? അവക്കിത പനി മാറി തുടങ്ങി. മോളെ, കിടിലം വൈദ്യർ ആദ്യമേ പറഞ്ഞതാ ദിവസം 3 സ്പൂൺ വീതം 3 ദിവസം കൊടുക്കണമെന്ന്. കിടിലം വൈദ്യർ അങ്ങയുടെ ജോലി കൃത്യമായിട്ട് ചെയ്തു, എന്റെ ജോലി ഞാനും ചെയ്തു. നിങ്ങളാ നിങ്ങളുടെ ജോലി നേരാവണ്ണം ചെയ്യാത്തത്. എന്ന് വെച്ചാ അവൻ 24 മണിക്കൂർ അവിടെ കയറി അടയിരിക്കുമല്ലേ? അതിന്റെ ഇടയിൽ എങ്ങനെയാ വസന്തേട്ട പാല് കൊണ്ട് കൊടുക്കുന്നേ? എന്നാലും ഇങ്ങനെയുണ്ട് ഒരു കൂട്ടിരിപ്പ്. ഇതിപ്പോ വെളുക്കാന്ന് വെച്ച പാണ്ടായെന്ന് പറഞ്ഞ അവസ്ഥയായല്ലോ. അവളെ സ്തംഭിപ്പിച്ച അവനിൽ നിന്ന് അകറ്റാൻ നോക്കി. പക്ഷെ പനി കാരണം അവരിപ്പോ ഒടുക്കത്ത അടുപ്പവും. എല്ലാം അങ്ങ് മതിയാക്കി പോയാലോന്നാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അയ്യോ മക്കളെ, ആന്റി പറഞ്ഞു നിരാശപ്പെടരുത്. പടത്തലൈവ് നിരാശപ്പെട്ട പടയാളികൾ പതറിപ്പോവും. നമുക്ക് പുതിയ പുതിയ ഐഡിയകൾ ഉണ്ടാക്കാം. അതെ, കാതുകുത്തിയവൾ പോയാൽ കടുക്കനിട്ടവൾ വരുമെന്ന് പറയുന്നത് പോലെ
നമുക്ക് ഇതിലും വലിയ ഐഡിയ കിട്ടും. നമ്മൾ ലക്ഷ്യം കണ്ട അടങ്ങും മോളെ. അല്ല എന്താ അങ്കിൾ എന്തോ ലക്ഷ്യത്തിന്റെ കാര്യമൊക്കെ പറയുന്നത്? അല്ല മക്കളെ, ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യം വേണമല്ലോ. പിന്നെ ലക്ഷ്യമില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാ, അല്ലേ? അല്ല ഇതെന്താ അർജുൻ, പാലോ? അല്ല പ്രിയ, എന്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. പൂജയുടെ അസുഖം എത്രയും പെട്ടെന്ന് മാറിയാൽ എന്റെ കൈകൊണ്ട് എല്ലാവർക്കും പാല് കൊടുക്കാവുന്ന. നിനക്കപ്പോ നേർച്ചയിലൊക്കെ വിശ്വാസം വന്നോ? സ്വന്തം ഭാര്യയുടെ മക്കളുടെ കാര്യം വരുമ്പോ നമ്മൾ എല്ലാത്തിലും വിശ്വസിച്ച് പോലും ആന്റി. എന്തായാലും എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. എന്നാലും പാല് നേർച്ചയെന്ന് ഇതാദ്യമായിട്ടാ കേൾക്കുന്നത്. ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നേർച്ച ഉണ്ടെങ്കിലേ. ഏതായാലും ഓരോ ഗ്ലാസ് പാല് നിങ്ങൾ എടുത്തേ. ആദ്യം അങ്കിൾ എടുക്ക്. താങ്ക് യു ആന്റി. പ്രിയ, ഈ പൂജയുടെ അസുഖം കുറഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? പിന്നല്ലാതെ. ഞങ്ങൾക്ക് അവളോട് ദേഷ്യമൊക്കെ ആണെങ്കിലും ഒരസുഖം വരുമ്പോ നമ്മളത് കാണിക്കോടാ. പൂജയുടെ അസുഖം ഭേദമായതില് ഞങ്ങളുടെയും പ്രാർത്ഥനയുണ്ട്. പാല് കുടിക്കാണ്ടി. ആന്റി. എന്താടാ? ഇതേ പ്രത്യേക ഔഷധക്കൂട്ടുകളൊക്കെ ചേർത്തുള്ള ഒരു ഗുണകരമായ പാല. ഡബിൾ എഫക്ട് കിട്ടും. അതെന്താ അർജുൻ ഈ പ്രത്യേക ഔഷധക്കൂട്ട്? ഒരു മിനിറ്റ്. ഇതാ സാധനം. ഒരു പ്രത്യേകതരം ചൂർണമാ. ഈ ചൂർണം ഞാൻ പാലില് മിക്സ് ചെയ്തിട്ടുണ്ട്. അയ്യോ, എടാ ഈ ചൂർണം ആന്റിക്ക് അറിയാവോ ഇതിനെ കുറിച്ച്? നല്ല എഫക്റ്റ് ആന്റി, നല്ല എഫക്റ്റാ. ശരീരത്തിന് ഉന്മേഷദായകമായ ഒരു കുളിര് വരും ആദ്യം. പിന്നെ ഊഷ്മാവ് ലഘുവായിട്ടൊന്ന് കൂടും. പിന്നെ ശരീരമാകെ ഒരു നിർവികാരമായ അവസ്ഥയിലേക്ക്. ആന്റി കുടിക്ക്. പ്രിയ കുടിക്ക്. അങ്ങളെ കുടിക്ക്. 3 സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട് ഞാൻ. ഇനി നാളെയും മറ്റന്നാളും ഇതുപോലെ 3 സ്പൂൺ വീതം തരും ഞാൻ. കുടിക്ക് പ്രിയ, കുടിക്ക്. ആന്റി നോക്കിക്കാതെ കുടിക്ക്. അങ്കിള്. അല്ല ഇത് കിടിലം വൈദ്യന്റെ ചൂർണം അല്ലേ? കറക്റ്റ് കറക്റ്റ്, പിടി കിട്ടിയല്ലേ? കിടിലം വൈദ്യര് എന്റെ ഒരു കക്ഷിയാ. വളരെ ഗുണപ്രദമായ ഒരുപാട് മരുന്നുകൂട്ടുകള് പുള്ളിക്കറിയാം. അങ്കിൾ കുടിക്ക്. എന്നെ ആരും വിളിച്ചെന്ന് തോന്നുന്നു. ആര് വിളിച്ചാലും കുടിച്ചിട്ട് ഇവിടുന്ന് പോയാ മതി. കുടിച്ചിട്ടേ നിങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. ഇത് നിനക്ക് എവിടുന്ന് കിട്ടി? ചതി പറ്റിപ്പോയെന്നോ? ആർക്ക്? എല്ലാരും കൂടി ആ പാവം പൂജയെ ചതിക്കാൻ നോക്കിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ചതി പറ്റിയെന്നോ? അർജുൻ അത് മിണ്ടി പോരുത്. ആദ്യം ഇത് കുടിക്കാൻ. 3 പേര് ഇത് കുടിക്കണം, ഇല്ലെങ്കിൽ പോലീസ് ഇവിടെ എത്തും. കാര്യങ്ങളൊക്കെ ഞാൻ പോലീസിനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. കൊലപാതക ശ്രമത്തിന് 3 പേരും അകത്താവും. മക്കളെ, അങ്കിളിന്റെ മാപ്പുതാ. അങ്കിളിന്റെ കൂടെ നിൽക്കേണ്ടി വന്നു പോയി. മിണ്ടിപ്പോരുത്. പാല് കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. കുടിക്കാൻ.
പിടിച്ചേ പിടിച്ചേ. അയ്യോ തല ഇറങ്ങുന്നു. അയ്യോ അയ്യോ എന്റെ മധു. അയ്യോ തല ഇറങ്ങുന്നു. അയ്യോ. അയ്യോ എന്നെ പിടിക്ക്. മധു. അയ്യോ മധു. അയ്യോ അതെ പോയി ഞാൻ. അയ്യോ മധു. അയ്യോ അയ്യോ ആന്റി അയ്യോ ആന്റി ഇറങ്ങുന്നേ. മധു. ആന്റി. മധു നീ എന്നെ ഇട്ടിട്ട് പോയോ? പോയി അർജുൻ മോനെ ഹോസ്പിറ്റലിൽ പോകാം നമുക്ക്. ഓ ആന്റി ആന്റി അയ്യോ ആന്റി അയ്യോ പോട്ടെ, ഇപ്രാവശ്യത്തിന് കൂടി ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ അയ്യോ എനിക്ക് എന്താ പറ്റേ? ഞാൻ എവിടെ ഇപ്പോ? അയ്യോ ആന്റി, അഭിനയൊക്കെ മതി. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് അറിയാം. എന്നാലും ഞാൻ ഒരിക്കൽ കൂടി അങ്ങ് ക്ഷമിക്കുക. ഇനി നിങ്ങൾ എന്തൊക്കെ കൂടോത്തരങ്ങളും കുനിഷ്ടുകളും ചെയ്താലും അതൊന്നും പൂജ കേൾക്കാൻ പോകുന്നില്ല. മനസ്സിലായല്ലോ? അതൊക്കെ അവളുടെ നന്മ കൊണ്ടാ. നന്മയുള്ളവരെ രക്ഷിക്കാൻ അവരുടെ നന്മ തന്നെ ധാരാളമാണ്. ആ പാവത്തിനെ ദ്രോഹിക്കാൻ മാറ്റിവെക്കുന്ന സമയവും ചെലവഴിക്കുന്ന ബുദ്ധിയും വേറെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ബാക്കിയുള്ളവർക്കെങ്കിലും പ്രയോജനമാട്ടെ. അങ്കിളെ, അങ്കിൾ മുമ്പ് വെറും ഒരു പാവമായിരുന്നല്ലോ. ഞാന് വലിയ പാവമായിരുന്നു, സത്യം. ഞാൻ ഇപ്പോഴും പാവാ. ഞാൻ പാവായതുകൊണ്ടല്ലേ മോൻ സൂത്രത്തി ഓരോന്ന് ചോദിച്ചപ്പോ എനിക്ക് പിടികിട്ടാഞ്ഞത്. ആഹാ അത് ശരി. അപ്പൊ നിങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? അനു, തനിക്കെന്താ പറയാനുള്ളത്? സോറി സോറി. ആന്റി, എന്താടാ മക്കളെ? ഇതെന്റെ ഫൈനൽ വാണിംഗാ. ഇനിയും ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാൽ തീർത്തു കളയും ഞാൻ, ഉറപ്പാ. അർജുൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ. ഇനി ഇതുപോലെ എന്തെങ്കിലും ആവർത്തിച്ചാ തീർത്തു കളയും ഞാൻ. സാർ ഇതുപോലെ ആർക്കെങ്കിലും കോരി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, അത് പിന്നെ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാ. എനിക്ക് രാവിലെ വാരി തന്നപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു ഒരു പരിചയക്കുറവ്. ഞങ്ങളതൊരു കൂട്ടുകുടുംബമായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടേ ഇല്ല.